ണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ശുദ്ധീകരിക്കാതെ വിതരണം ചെയ്ത കുടിവെള്ളത്തിലൂടെയാണ് ഇത്രയും പേർക്ക് മഞ്ഞപ്പിത്തം പടർന്നത്. ആരോഗ്യ കേരളത്തിന് നാണക്കേടാണ് വേങ്ങൂർ പഞ്ചായത്തിൽ 180-ലധികം പേർക്ക് മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന കാര്യം. ഇവരിൽ 3 പേർ ഗുരുതരാവസ്ഥയിലാണ്. വേങ്ങൂർ പഞ്ചായത്തിലെ ജോളി, മുടക്കുഴിയിലെ സജീവൻ, ഇവരുടെ രണ്ടുപേരുടെയും ജീവനെടുത്തതും നമ്മുടെ സംവിധാനങ്ങളുടെ ഗുരുതരമായ അനാസ്ഥയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നാണക്കേടാണ്. പറയാതിരിക്കാൻ നിർത്തിയില്ല. വേങ്ങൂർ പഞ്ചായത്തില് വേങ്ങൂർ പഞ്ചായത്തില് വെള്ളം കൊടുക്കുന്ന വക്കുവള്ളിയിലെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിലെ വെള്ളം ശുദ്ധീകരിക്കാത്തതാണ് അസുഖം ഇത്രയും വ്യാപിക്കാൻ കാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, ആദ്യത്തെ കേസ് വേങ്ങൂര് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നത് ഏപ്രിൽ 17-നാണ്. അതായത് ഏതാണ്ട് 1 മാസം പിന്നിടുമ്പോഴാണ് 180-ലധികം പേർക്കായിട്ട് രോഗബാധ പകർന്നു പിടിച്ചിരിക്കുന്നത്. സംശയിക്കാവുന്ന തരത്തിൽ വെള്ളം കലങ്ങി മറിഞ്ഞിട്ടുണ്ട്. ബണ്ട് തുറന്നു വിട്ടതിന് പിന്നാലെയാണ് പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ അകത്തുള്ള പെരിയാറിലെ ഷട്ടർ തുറന്നേക്കണ്ട കറുത്ത് കരിക്കട്ട പോലുള്ള വെള്ളം. മത്സ്യക്കുരുതി എന്തോരം നടക്കുന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. ോടെ സൂപ്രണ്ട് വിശദീകരണവുമായി എത്തി. കുട്ടിയുടെ നാവിൽ കെട്ടുണ്ടെന്ന് കണ്ടതോടെയാണ് ഡോക്ടർ നാവിൽ ആദ്യം ശസ്ത്രക്രിയ നടത്തിയതെന്നും ഇത് മാതാപിതാക്കളെ അറിയിക്കുന്നതിൽ ഡോക്ടർക്ക് വീഴ്ച പറ്റിയെന്നും സൂപ്രണ്ട്. എന്നാൽ കുട്ടിക്ക് സംസാരിക്കാൻ ഒരു കുഴപ്പവുമില്ലെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഒടുവിൽ ഡോക്ടർ തന്നെ പിഴവ് സമ്മതിക്കുകയും മാപ്പ് പറയുകയും ചെയ്തു. കൈയിലെ അധിക വിരൽ ശസ്ത്രക്രിയ നടത്തി നീക്കിയ ശേഷം വൈകിട്ടോടെ കുട്ടി ആശുപത്രി വിട്ടു. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും പരാതി പൂർണ്ണമായും പിൻവലിക്കാൻ ബന്ധുക്കൾ തയ്യാറായില്ല. സൂപ്രണ്ടിന് പരാതി കൊടുത്ത് സൂപ്രണ്ട് പറഞ്ഞ ഡോക്ടറായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. ഡോക്ടറായിട്ട് കുട്ടിയുടെ ഫാദർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്തോ സീറ്റിൽ എന്തോ എഴുതി കൊടുത്തു. ഇനി ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരരുത്. ഡോക്ടറുടെ വീഴ്ചയ്ക്കെതിരെ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ്. നേരിന്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എന്നും പറയുന്ന പോലെ വെറും അധംപതിച്ചു പോയല്ലോ നമ്മുടെ കേരളം. ഇന്ന് കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒരു ഹോസ്പിറ്റലിൽ പോലും പോയാൽ ശരിയാവണ്ണമുള്ള ചികിത്സ ലഭിക്കുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒരു പൊതുജനങ്ങളുടെ, ഒരു സാധാരണക്കാരൻ്റെ, അതായത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു സാധാരണ പൗരൻ്റെ ഒരു ആവശ്യങ്ങളും നിറവേറ്റുവാനോ അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനോ ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാരിന് കഴിയുന്നില്ല എന്നത് വാസ്തവമാണ്. സർക്കാരിനോ മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും അവരിരിക്കേണ്ട സീറ്റിൽ പോലും കറക്റ്റ് സമയത്ത് ഇരിക്കുകയോ കൃത്യനിർവഹണം കറക്റ്റായി ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു, തോന്നിയതുപോലെ വരുന്നു, തോന്നിയതുപോലെ പോകുന്നു. പഞ്ചായത്ത് ഉൾപ്പെടെ, പഞ്ചായത്തുകളിൽ പോലും പഞ്ചായത്ത് റോഡുകൾ പണിയേണ്ട പഞ്ചായത്ത് മെമ്പർമാർ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പിരിച്ച് റോഡ് പണിയാമെന്ന് പറഞ്ഞുകൊണ്ട് മണ്ണടിക്കുന്നതിന് വൃത്തിയാക്കുന്നതിന് നിങ്ങൾ പൈസ തരണമെന്ന് പറഞ്ഞ് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ ഇന്ന് നമ്മുടെ കേരളം സജീവം അഴിമതിയുടെ കൂടാരമായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും അവരുടെ പിൻഗാമികളാകുന്ന മന്ത്രിമാരും ഉൾപ്പെടെ ഇന്ന് നമ്മുടെ കേരളം ഏത് രീതിയിൽ അധംപതിപ്പിച്ചു കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും കാണുവാൻ കഴിയുന്നതാണ്. ഒരു ഹോസ്പിറ്റൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ, ഒരു ബാലൻ്റെ കൈക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതിന് പകരം അവൻ്റെ നാവും ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്ത് മാത്രമാണ് ചെയ്തത്. അതേ മെഡിക്കൽ കോളേജിൽ പിന്നെ 2 ദിവസത്തിന് ശേഷം വീണ്ടും അശ്രദ്ധമായ ഒരു ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. എന്താണിത്? ഒരു സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം ആ ഡോക്ടറെ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. അതിന് തൻ്റെ ഇടമില്ലാത്ത സർക്കാരും സർക്കാർ ഭരണകൂടവുമാണ് ഇന്ന് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വളരെ വിഷമമുണ്ട് ഈ കാര്യം ഇങ്ങനെ പറയുന്നതിൽ. കാരണം എനിക്ക് സർക്കാരിനുമായിട്ട് വളരെ ബാധ്യതകളും പിന്നെ സൗഹൃദ ബന്ധങ്ങളും ഉണ്ട്.
ഈ പൊതുപ്രവർത്തന രീതിയിൽ വർഷങ്ങളായി നിൽക്കുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഈ ഭരണരീതി എനിക്ക് പൊതുജനങ്ങളുടെ മധ്യത്തിൽ പോകുവാൻ, എനിക്ക് മാത്രമല്ല പല പൊതുപ്രവർത്തകർക്കും പൊതുജനങ്ങളുടെ മധ്യത്തിൽ പോയി അവർക്ക് വേണ്ട മറുപടി കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. ഈ മന്ത്രിമാരുൾപ്പെടെ എന്താണ് ഇന്ന് കേരളത്തിൽ ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഈ പൊതുജനം, കഴുതകളാകുന്ന പൊതുജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട മന്ത്രിമാരും MLA-മാരും എവിടെ ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ്? ഇത് ഒരു ഓഫീസിൽ ഇന്ന് കേരളത്തിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യം, കേരളത്തിൽ ഏത് ഭക്ഷണ പദാർത്ഥത്തിലുണ്ട് വിഷമില്ലാത്തത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ബാക്കിയുള്ള സകലമാന ഭക്ഷണങ്ങളിലും വിഷം ചേർത്താണ് കൊടുക്കുന്നതെന്ന് തമിഴ്നാട്ടിൽ വരുന്ന പച്ചക്കറി ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ 1, 2, 3 ദിവസം ഇന്ന് കേടാകുന്ന പച്ചക്കറികൾ ഇന്ന് രാവിലെ കൊണ്ടുവന്നാൽ വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം അഴുകി നാറുന്ന നാറ്റം ഭവിക്കുന്ന പച്ചക്കറിയായി മാറുകയാണ്. അത്രയ്ക്കും ഘോരമാകുന്ന വിഷമാണ് അതിൽ ചേർത്തിരിക്കുന്നത്. നമുക്കറിയാവുന്ന ചന്തകളിൽ, നെടുമങ്ങാട് ചന്തയിൽ പോലും ഈ നെടുമങ്ങാട് കഴിഞ്ഞ ദിവസം പിടിച്ചതാണ്. മായം ചേരുന്ന മയക്ക് മരുന്നുകൾ മനുഷ്യന് ക്യാൻസർ രോഗികളുമാക്കത്തക്ക രീതിയിൽ ആകുന്ന വിഷങ്ങൾ ചേർത്ത് മത്സ്യങ്ങൾ വിൽക്കുന്നു. ഇന്ന് കേരളത്തിൻ്റെ ഒരു മൂല മുതൽ അങ്ങേ അറ്റം വരെ ഓരോ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഓരോ ഗള്ളികളിലും ഇന്ന് പല വണ്ടികളിൽ മീൻ കൊണ്ടുകടന്ന് വിൽക്കുകയാണ്. ആ മീൻ എത്ര പഴകിയതും എത്ര ഘോരമാകുന്ന വിഷം കുത്തിവെച്ചതുമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പോലും അത് പരിശോധിക്കുവാനോ അത് അന്വേഷിക്കുവാനോ തയ്യാറായിട്ടില്ല. മര്യാദ വേണം മനുഷ്യനോട്. സാധാരണ ജനങ്ങളായ ഞങ്ങളോട് ഒരു അല്പം കടവ, നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഞങ്ങളോട് അല്പമെങ്കിലും മാന്യത കാണിക്കണം. നിങ്ങൾ തിന്നുന്ന ഭക്ഷണം, സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ള, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പൈസ എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഉണ്ടാക്കുന്നതല്ല, സർക്കാർ നിങ്ങൾക്കുണ്ടാക്കി തരുന്നതുമല്ല. ഞാനും നിങ്ങളെപ്പോലെയുള്ളവർ രാപ്പകൽ കഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു വീതമാണ് നിങ്ങൾ തിന്നുന്നത്. വാ കൊണ്ട് നീയും നിൻ്റെ മക്കളും തിന്നുന്നത് എന്ന് ഓർത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, പണ്ടൊരു പഴമൊഴി ഉണ്ടായിരുന്നു, എന്താണ്, പണത്തിൻ്റെ മീതെ പരുന്തും പറക്കത്തില്ല എന്ന്. പക്ഷേ ഇന്ന് അത് തിരുത്തി പറയേണ്ട സാഹചര്യം, പരുന്തല്ല പറക്കാത്തത്, ഇന്ന് പണത്തിൻ്റെ മീതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പറക്കുന്നില്ല എന്നതാണ് വാസ്തവം. സാധാരണ ജനങ്ങളെ ചവിട്ടി താഴ്ത്തി അവൻ്റെ കൊന്നെടുക്കുന്ന ഇന്ന് ഈ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാൻസറും മാരാരോഗത്തിനും കീഴടങ്ങുന്ന ജനം ഇന്ന് കേരളത്തിലാണ്. കേരളത്തിൽ നമുക്കറിയാൻ കഴിയും. പക്ഷേ ഇത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയാണ്. ഇവിടെ ഏത് സാധനം കൊണ്ട് ഭക്ഷിക്കുവാൻ? കേരളത്തിൽ നിങ്ങൾ ഈ വെള്ളപ്പൊക്കം, നാട് മൊത്തം വെള്ളപ്പൊക്കത്തിന് ഞാൻ എതിര് പറയുന്നില്ല, എല്ലാ സംസ്ഥാനങ്ങളും വെള്ളപ്പൊക്കമാണ്. പക്ഷേ കഴിഞ്ഞ ഭരണത്തിൽ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയിരുന്നു വെള്ളപ്പൊക്കത്തിന് പ്രതിവിധി എന്തോ ഉണ്ടാക്കാനാണെന്നും പറഞ്ഞുകൊണ്ട്. ലാസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് പഠിക്കുവാൻ പോയിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ? ഓടകൾ, വേസ്റ്റുകൾ വാരുവാൻ ഇതുവരെ സർക്കാർ ഓർഡർ കൊടുത്തിട്ടുണ്ടോ? പല ഓടകളും അടഞ്ഞു കിടന്ന് വെള്ളങ്ങൾ റോഡിൽ കെട്ടിക്കിടന്ന് അതിൽ വീണ് എത്ര പേര് മരിച്ചിട്ടുണ്ട്? എത്ര ഡെങ്കിപ്പനികൾ, എത്ര പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളിൽ നിന്ന് ഓരോ റോഡുകളിൽ കൊതുക് പെറ്റുപെരുകുന്ന, ആ കൊതുകിനെ കൊല്ലുവാൻ വേണ്ടി കൊതുകിനെ കൊല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എത്ര പഞ്ചായത്തുകളാണ്, മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രവർത്തിക്കുന്നത്. മാന്യത വേണം, ഒരല്പം മാന്യത. നിങ്ങൾ തിന്നുന്ന ഭക്ഷണം കഴിക്കുന്ന, നിങ്ങൾ വെട്ടിവിഴുങ്ങുന്ന, നീയും നിൻ്റെ കുടുംബവും വെട്ടിവിഴുങ്ങുന്ന ഭക്ഷണത്തോട് അല്പം മാന്യത സാധാരണക്കാരായ ജനങ്ങളോട് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അരുൺ, നെടുമങ്ങാട്. KSRTC ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയതായി പരാതി. ഇന്നലെ രാത്രി കട്ടപ്പനയിൽ നിന്ന് പുറപ്പെട്ട ബസ്സാണ് നടു റോഡിൽ നിർത്തിയിട്ട് ഡ്രൈവറും യാത്രക്കാരും ഭക്ഷണം കഴിക്കാൻ പോയത്. കട്ടപ്പന ഡിപ്പോയിൽ ബസ് ഓടിച്ച് തിരുവനന്തപുരം സ്വദേശിയായ ഡ്രൈവറാണ്. അപകടകരമായി നിർത്തിയിട്ട് ബസ് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും ഡ്രൈവർ തയ്യാറായില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേ എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ഏറിയ ഒരു പാതയാണ്. ആ പാതയിൽ പ്രത്യേകിച്ച് കോന്നി പോലൊരു നഗരത്തിൽ എപ്പോഴും ഗതാഗത കുരുക്കാണ്. ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ KSRTC ബസ് റോഡിന് നടുവിലായി
ഈ പെരുമഴത്തിൽ നിങ്ങൾ കാണാൻ ഈ മഴ പെരുമഴയിൽ ആരെങ്കിലും കോൺക്രീറ്റ് ചെയ്യുന്നു. ഇനി ചെയ്യണമെങ്കിൽ തന്നെ മഴ നനയാതെ സുരക്ഷ ഒരുക്കിയാവും കോൺക്രീറ്റ് ചെയ്യുക. എന്നാൽ പൊതുമുതലാകുമ്പോൾ എന്താകും അവസ്ഥ? കോഴിക്കോട് കൂമ്പാറ കത്തറമ്പയിൽ റോഡിലാണ് സംഭവം. റോഡരികിൽ പെരുമഴയത്ത് ചെയ്ത കോൺക്രീറ്റ് മുഴുവൻ ഒലിച്ചുപോയി. പീടികപ്പാറയ്ക്ക് സമീപമാണ് 300 മീറ്ററോളം നീളത്തിൽ കോൺക്രീറ്റ് ഒലിച്ചുപോയത്. ഒരു കഷ്ണം പ്ലാസ്റ്റിക് ഷീറ്റ് പോലും ഇട്ട് മൂടാൻ കരാറുകാരൻ തയ്യാറാകാതിരുന്നതോടെ നാട്ടുകാർ നിർമ്മാണം തടഞ്ഞു. മഴ തോന്നിട്ട് പരിപാടി ഉൾപ്പെട്ട പണി ഈ സിമെന്റിന്റെ മിക്സർ